നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്രിപ്റ്റോ സ്പേസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ ബിറ്റ് കോയിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ബിറ്റ് കോയിനിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ ആണ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതലായിട്ട് കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. നമ്മളതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ക്രിപ്റ്റോ എന്തൂസിയാസ്റ്റിനോട് എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജി ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് വരണം എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ബിറ്റ് കോയിനെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ ഒരു ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എൽ സൽവദോർ എന്ന് പറയുന്ന കൺട്രി ഓൾറെഡി അത് അംഗീകരിച്ച് കഴിഞ്ഞു. ബിറ്റ് കോയിൻ ഒരു ലീഗൽ ടെൻഡറായിട്ട് അവർ അംഗീകരിച്ച് കഴിഞ്ഞു. എൽ സൽവദോർ ക്രിപ്റ്റോ ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 10% വർധനവാണ് അവരുടെ GDP സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല 30% വർധനവ് അവരുടെ ടൂറിസം മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എൽ സൽവദോർ എന്ന് പറയുന്ന കൺട്രിക്ക് ലാഭങ്ങൾ മാത്രമേ ബിറ്റ് കോയിൻ ഒരു ലീഗൽ ടെൻഡറായിട്ട് സ്വീകരിച്ചപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. നഷ്ടങ്ങളൊന്നും അവർക്ക് സംഭവിച്ചിട്ടില്ല. എൽ സാൽവദോറിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡിലെ ലുഗാനോ എന്ന് പറയുന്ന സിറ്റിയിൽ ബിറ്റ് കോയിനും ടെതറും ഒക്കെ ഒരു ലീഗൽ ടെൻഡറായിട്ട് അവർ അംഗീകരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവിടുത്തെ ബിസിനസ്സുകൾക്കും മറ്റാളുകൾക്കും ഒക്കെ തന്നെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ടെതർ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസികൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും കൂടുതൽ രാജ്യങ്ങൾ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിന് ഒരു ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ടെറ ലൂണ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം എതേറിയത്തിനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് ടോട്ടൽ വാല്യൂ സ്റ്റേക്കിൽ അവർ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഏകദേശം $29.5 ബില്യൺ വില വരുന്ന ലൂണ ടോക്കൺസ് ആണ് സ്റ്റേക്കിങ്ങിന് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 2,26,325 സ്റ്റേക്കേഴ്സ് ആണ് നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ വാല്യൂ സ്റ്റേക്ക് ചെയ്തിട്ടുള്ളത് സൊളാനയിലാണ്. സൊളാനയാണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്ത് ടെറ ലൂണ വരുന്നുണ്ട്. 3ാം സ്ഥാനത്ത് എതേറിയം വരുന്നുണ്ട്. 4ാം സ്ഥാനത്ത് കാർഡാനോ വരുന്നുണ്ട്. 5ാം സ്ഥാനത്ത് അവലാഞ്ച് വരുന്നുണ്ട്. സോ ലൂണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിലവിൽ ഈ ഒരു ഡിപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ലൂണ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അവസരങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെറ്റാവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സാൻഡ്ബോക്സ് പാർട്ട്നേഴ്സ് വിത്ത് ക്യൂബ് എന്റർടൈൻമെന്റ് ഫോർ ഡെവലപ്പിംഗ് മെറ്റാവേഴ്സ് ബിസിനസ്. ക്യൂബ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സൗത്ത് കൊറിയൻ എന്റർടൈൻമെന്റ് കമ്പനിയുമായിട്ട് സാൻഡ്ബോക്സ് ഒരു പാർട്ട്ണർഷിപ്പിന് തയ്യാറെടുക്കുകയാണ്. ഒരു മെറ്റാവേഴ്സ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. നമുക്കറിയാം ഈ ഒരു ജനുവരി മാസം മുതൽ 2022 ജനുവരി മാസം മുതൽ ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ സാൻഡ് ബോക്സിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല വലിയ കമ്പനികളും സാൻഡ് ബോക്സിനകത്തേക്ക് അല്ലെങ്കിൽ സാൻഡ് ബോക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു ഗ്രോത്ത് സാൻഡ് ബോക്സ് എന്ന് പറയുന്ന ടോക്കണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ആ പ്രൊജക്റ്റുകളെല്ലാം ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് സാൻഡ് ബോക്സിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇപ്പോഴത്തെ ഈ ഒരു അവസരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസ് ചിലപ്പോൾ നമുക്ക് 2-3 മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാൻഡ് ബോക്സ് ചിലപ്പോൾ ആ ഒരു പ്രൈസ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ രാജാവിൻ്റെ കാര്യം നോക്കാം, ബിറ്റ് കോയിൻ്റെ കാര്യം നോക്കാം. എന്തുകൊണ്ടാണ് ബിറ്റ് കോയിൻ്റെ കാര്യം മാത്രമായിട്ട് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ഒന്ന് ഉഷാറായി കഴിഞ്ഞാലാണ് ബാക്കിയുള്ള ഓൾട്ട് കോയിൻസിനും മുകളിലേക്കായാലും താഴേക്കായാലും പോകാനായിട്ടൊരു ഉഷാറുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് അനാലിസിസിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. കാരണം നമ്മൾ ഈ വരച്ചിട്ടുള്ള ലെവൽസൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, എങ്ങനെയാണ് നമ്മൾ ഈ ലെവൽസ് എല്ലാം കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഒരു ഏരിയയിൽ നിന്ന് റീടെസ്റ്റ് എടുത്തുകൊണ്ട് താഴേക്കൊരു റിജക്ഷൻ സംഭവിക്കണം, എങ്കിൽ നമുക്കൊരു 30Kയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ ഒരു 40K ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു 40K ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു 40Kക്ക് മുകളിലായിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് സൈനാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ള കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല വോള്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ ഈ ഒരു 40K എന്ന് പറയുന്ന ഏരിയനെ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഫോം ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ബുള്ളിഷ് പൊസിഷൻ ഇവിടെ എടുക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൽ തന്നെ നമുക്കൊരു ബുള്ളിഷ് പൊസിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. തൊട്ട് മുൻപത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രൈസ് മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ പ്രൈസ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഒരു റീടെസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രൈസ് താഴേക്ക് വരികയും ആ ഒരു സപ്പോർട്ട് ഏരിയ വീണ്ടും ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകാൻ തന്നെയാണ് ബിറ്റ്കോയിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ ഒരു 40K എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ നമുക്ക് താഴേക്ക് കിട്ടേണ്ടതായിരുന്നു. അത് സംഭവിക്കാതെ പ്രൈസ് മുകളിലേക്കാണ് വീണ്ടും പോയിട്ടുള്ളത്. ഇപ്പോൾ പ്രൈസ് ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് 40Kയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ രീതിയിൽ പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരത്തിലാണ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. തൊട്ട് മുൻപുള്ള ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഹൈ ഷാഡോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരികയാണ്. അതിനർത്ഥം വളരെ വലിയ രീതിയിലുള്ള ഒരു റിജക്ഷൻ ഈ ഒരു ഏരിയയിൽ, അതായത് 43 മുതൽ 45K വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു റിജക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രൈസ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ പ്രൈസ് താഴേക്ക് വരുന്നത് കൊണ്ടാണ്. മാത്രമല്ല നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തവണ ഈ ഒരു ഏരിയയിൽ പ്രൈസ് റിജക്റ്റ് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഇവിടെ ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ 2 തവണ പ്രൈസ് റിജക്റ്റ് ആയിട്ടുണ്ട്, 4ാം തവണയാണ് ഈ ഒരു റിജക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 തവണ ഈ ഒരു ഏരിയയിൽ ഈ ഒരു 44 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ പ്രൈസിന് ഒരു റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി പ്രതീക്ഷിക്കാവുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 40K എന്ന് പറയുന്ന ഏരിയയിൽ പ്രൈസ് ഒരു റീടെസ്റ്റ് നടത്തി ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു റെഡ് ക്യാൻഡിലിനെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ട് തന്നെ, അതായത് ഈ ഒരു രീതിയിൽ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 43K എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലൊക്കെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് സെല്ലേഴ്സിന് സാധിക്കുന്നില്ല. ബയ്യേഴ്സ് അവിടെ വീണ്ടും അധികാരം കൈയടക്കാനായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു 44K എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിന് ഒരു 52K എന്ന് പറയുന്ന ആ ഒരു പിന്നീട് വരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ വീക്ക്ലി ക്യാൻഡിൽ കണ്ട പോലെ തന്നെ ഇത്രയും വലിയൊരു റിജക്ഷൻ ഇവിടെ സംഭവിച്ച സ്ഥിതിക്ക്, അതായത് ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ, വീക്ക്ലി ക്യാൻഡിൽ 40K ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു ബ്രേക്ക് ഔട്ടായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്രയും വലിയ രീതിയിലുള്ള റിജക്ഷൻ അവിടെ സംഭവിച്ചത് കൊണ്ട് തന്നെ നമുക്കതൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിട്ട് ഒരിക്കലും കണക്കാക്കാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു 30Kയിലേക്ക് തന്നെ, അതായത് ഈ ഒരു 40K ടെസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഈ ഒരു 30Kയിലേക്ക് തന്നെ, അല്ലെങ്കിൽ 31, 32 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങൾ നമുക്ക് എപ്പോഴാണ് ഉറപ്പിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഡെയിലി ക്യാൻഡിൽ താഴേക്ക് ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഡൗൺ ട്രെൻഡിലേക്കാണ് ഇനി പോകാമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു അപ് ട്രെൻഡിലേക്ക് അത് കടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബിറ്റ്കോയിൻ എങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ അവിടെ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾട്ട് കോയിൻസും ഇതിനൊപ്പം തന്നെ നല്ല രീതിയിൽ പമ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നല്ല 40K എന്ന് പറയുന്നതിന് താഴെയായിട്ടൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ ഓൾട്ട് കോയിൻസും ഇതിനോടൊപ്പം തന്നെ വളരെ വലിയ രീതിയിൽ ഡംപ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക, അതിനുശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ആരും തന്നെ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. അടുത്തൊരു വീഡിയോയിലാണ്.